ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അയന. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നോക്കുന്നത്. വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ട് വെളുത്തുള്ളി ഇങ്ങനെ നമ്മുടെ ആ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ, അല്ലി തിരിച്ചെടുക്കുക. അപ്പം നമ്മളിതിങ്ങനെ വെറുതെ കുത്തിയിരുന്ന് തൊലി കളയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ വെളുത്തുള്ളിയുടെ തൊലി കുറേ നേരം വേണ്ടേ നമുക്കത് നന്നാക്കി എടുക്കണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ അല്ലി തിരിച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ തിരുമ്മി കൊടുത്തിട്ട് ഒരു കുറച്ച് നേരം വെയിലത്ത് വയ്ക്കുക. കുറച്ചധികം നേരം വയ്ക്കുക കേട്ടോ. എന്നിട്ട് വെയിലത്ത് വെച്ചിട്ട് അതിങ്ങനെ നമ്മുടെ ഒരു മുറത്തിലിട്ടിട്ട് നന്നായി തിരുമ്മി കഴിയുമ്പോൾ അതിൻ്റെ ആ തൊലിയൊക്കെ ഒരുവിധമൊക്കെ പോവും. അപ്പോൾ അതിനെ എന്നിട്ട് നന്നായിട്ടൊന്ന് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മുറത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പാറ്റിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഏതാണ്ടൊക്കെ ഒരുവിധമൊക്കെ പോയിട്ടുണ്ട്. ബാക്കിയുള്ളതുണ്ടെങ്കിൽ ഇനി നമ്മൾ കൈ കൊണ്ട് തന്നെ കളയുക കേട്ടോ. എന്നാൽ അധികമൊന്നും ഉണ്ടാവില്ല. ഇനി അതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുക കേട്ടോ. നന്നായി കഴുകിയെടുക്കണം. പിന്നീട് അതിൻ്റെ വെള്ളമൊക്കെ വാണ്ടി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇഞ്ചി പച്ചമുളകൊക്കെ നന്നാക്കി എടുക്കാം. ഇഞ്ചി നന്നായി തൊലി കളഞ്ഞെടുക്കുക. പിന്നെ പച്ചമുളകും കൂടി എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഇഞ്ചിനെയും പച്ചമുളകിനെയും ഒക്കെ നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കായമാണ് കേട്ടോ. കായത്തിൻ്റെ പൊടിയും കിട്ടും. അപ്പോൾ ഈ കായമാണ് നല്ലത്. കായം, പിന്നെ കുറച്ച് ഉലുവ, ഇവയെല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ ഒന്ന് വറക്കണം ഇതിനൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ കായത്തിന് അതിലേക്ക് ഇടുക കേട്ടോ. കായം കുറച്ചധികം സമയം എടുക്കും കേട്ടോ നന്നായി മൂത്ത് വരാനായിട്ട്, ഇതുപോലെ ആയി കിട്ടാനായിട്ട്. അത് നന്നായി മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഈ ഉലുവേനെ നമ്മൾ നന്നായി വറുത്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ കായം കൂടി ഇടുക കേട്ടോ. എന്നിട്ട് കായം ഒരുമാതിരി നന്നായി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കായത്തിന് നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ഉലുവയും ഇങ്ങനെ ഒരു നല്ലൊരു ബ്രൗൺ കളറിലാവും. അതാണ് നല്ലൊരു വറവിൻ്റെ ഒരു പരുവം. അതിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ ഉലുവേനെ മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇനി അതിലേക്ക് തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പച്ചമുളകും ഇഞ്ചിയും, അതിനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വെളുത്തുള്ളിയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി എല്ലാം കൂടി മിക്സ് ആവുന്ന വരെ ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അച്ചാറാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. ഇത് കുറച്ചധികം സമയം എടുക്കും വാടി വരാനായിട്ട്. നല്ല ഈ ഒരു കളറാവുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇങ്ങനെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മഞ്ഞൾപ്പൊടിയും എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. പിന്നെ അതും സെറ്റായി കഴിയുമ്പോൾ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അച്ചാറായതുകൊണ്ട് നല്ല എരിവ് ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തതാണ്. കാശ്മീരി ചില്ലി ആകുമ്പോൾ നല്ല കളർ കിട്ടുമല്ലോ. അപ്പോൾ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു. ഇത് നമ്മൾ മറ്റേ സാധാരണ മുളക് പൊടിയാണ്. അതിട്ടാലാണ് നമുക്ക് നല്ല എരിവുണ്ടാവും. കാശ്മീരി ചില്ലിക്ക് കളർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, എരിവ് കുറവായിരിക്കും. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പ് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ചുറുക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചുറുക്കയാണ് കേട്ടോ. ചുറുക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും നമ്മുടെ ഉപ്പും ചുറുക്കും ഒക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇപ്പോൾ അത് ഏതാണ്ട് ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവ ഉണ്ടല്ലോ, ആ ഉലുവേനെ നമ്മൾ പൊടിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, വെള്ളം ഒട്ടും പാടില്ല. നമ്മൾ ഈ ഇടിക്കുന്ന ഉരലൊക്കെ ആണെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇതിന് നന്നായി ഡ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ വേഗം പൂത്തുപോകും. അപ്പോൾ നമ്മുടെ ഉലുവേനെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഉലുവേനെ നമ്മുടെ പൊടിച്ച ഉലുവേനെ മാറ്റി വയ്ക്കുക. ഇനി അതിലേക്ക് എന്താ വേണ്ടേ, ഇനി നമ്മുടെ ഉലുവ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഉലുവേനയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഉലുവേനയും ഇതുപോലെ തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. വറുത്ത ഉലുവ ആയ കാരണം നമുക്ക് വേഗം തന്നെ പൊടിഞ്ഞു വരും കേട്ടോ. നല്ലോണം നമ്മുടെ കായം പൊടിച്ച പോലെ തന്നെ നല്ലോണം പൊടിയായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെയും കൂടിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഒന്നിലും വെള്ളത്തിൻ്റെ അംശം ആവരുത്. വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ കേടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അതല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി നാൾ നമ്മുടെ അച്ചാർ കേടാവാണ്ടിരിക്കും. പിന്നെ നമ്മുടെ ആ ഉരലിലേക്ക് തന്നെ കടുകിടുക. പച്ചക്കടുകാണ് കേട്ടോ. കടുക് നമ്മൾ വറുത്തിട്ടൊന്നുമില്ല, പച്ചക്കടുക് തന്നെയാണ് പൊടിച്ചിടുന്നത്. അപ്പോൾ ഈ കടുകിനെയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിലോട്ട് കുത്തിയെടുക്കുക. അപ്പോൾ നല്ലോണം പൊടിയായിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ അതിനെയും കൂടിയിട്ട് നമ്മുടെ ഈ പൊടിച്ചതിൻ്റെ കൂടെ മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ ഈ അച്ചാറിലേക്ക് ഇതിനെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ പൊടിച്ച കടുകും പിന്നെ നമ്മുടെ ഉലുവയും കായത്തിൻ്റെ പൊടിയും എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം.
ഈ ഉലുവയും കായും കടുകും എല്ലാം നമ്മുടെ ഈ വെളുത്തുള്ളിയിലും ഒക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാത്തിനും കൂടിയിട്ട്. പിന്നെ ഇനി നമുക്ക് ഇതിൽ നമ്മുടെ ചൊറുക്കയുടെ ഒരു കുറവ് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചൊറുക്കയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചൊറുക്കയായ കാരണം അത്ര വലിയ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചൊറുക്കയുടെ അത്ര വലിയ ദോഷം ചെയ്യില്ല. അപ്പോൾ ചൊറുക്ക ഒഴിച്ചു കൊടുത്താലും അച്ചാറിന് കേട് വരാണ്ടിരിക്കും കേട്ടോ. പിന്നീട് നമ്മളിതാ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. ഇതിലിപ്പോൾ ഇനി കുറച്ച് എണ്ണയുടെ കുറവുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല എണ്ണയുടെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയും കൂടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മുടെ ആ ചുരുക്കയും ഈ എണ്ണയും ഒക്കെ എല്ലായിടേക്കും നമ്മൾ മിക്സ് ആക്കുക. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ അച്ചാറൊക്കെ ഏതാണ്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. പക്ഷെ അത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിരുന്നു. ഇപ്പം നമ്മുടെ അച്ചാറിട്ടിട്ട് ഒരു 1.5 ആഴ്ചയായി കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ കുപ്പിയൊക്കെ തുറന്ന് നമ്മൾ അച്ചാർ പാകമായി എന്ന് നോക്കുകയാണ്. നല്ല കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ കിടക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അമ്മയുടെ അച്ചാറായ കാരണം അടിപൊളിയായിരിക്കും കേട്ടോ. അതൊരിക്കലും മോശം വരാറില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.